2025 മൈ ഡ്രീം മൈ ഇയർ 14 ഡേയ്സ് ചലഞ്ചിലേക്ക് സ്വാഗതം. ഇന്ന് ഡേ 4. ഡേ 1 മുതൽ 3 വരെയുള്ള ചലഞ്ചസ് നിങ്ങൾ എല്ലാവരും ചെയ്തിട്ടുണ്ടാവുമല്ലോ. ചെയ്തിട്ടില്ല എങ്കിൽ ഈ വീഡിയോ പോസ് ചെയ്ത് നിർത്തിയിട്ട് ഡേ 1 മുതലുള്ള ചലഞ്ചസ് ഏതാണോ മിസ് ചെയ്തത് അത് ചെയ്ത് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം മാത്രം ഡേ 4 ചെയ്യുക. കംപ്ലീറ്റ് ചലഞ്ചസ് ചെയ്തവർക്ക് കൺഗ്രാറ്റുലേഷൻസ്. 3 ദിവസത്തെ ചലഞ്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ നിങ്ങളിലേക്ക് ഒരുപാട് മാറ്റങ്ങളും പുതിയ പുതിയ ശീലങ്ങളും വന്നു കാണും അല്ലേ? ഡേ 1 മുതൽ 3 വരെയുള്ള ലിങ്ക്സ്, വീഡിയോ ലിങ്ക്സ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ട്. കൂടാതെ ഐ ബട്ടണിലും ഞാൻ കൊടുക്കുന്നുണ്ട്. സമയം അത് എത്ര പ്രാധാന്യമുള്ളതാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. സമയം കൃത്യമായി ഉപയോഗിച്ചാൽ നമ്മളുടെ എയിം, നമ്മുടെ ഗോളിലേക്ക് നമുക്ക് എത്ര പെട്ടെന്ന് എത്തിച്ചേരാൻ പറ്റും. പക്ഷേ നമ്മൾ നമ്മളുടെ ലക്ഷ്യത്തിന് വേണ്ടി ഒരു ദിവസം എത്ര സമയം ചെലവഴിക്കുന്നുണ്ട്? ഹായ്, എൻ്റെ പേര് ശാലിനി. ഞാനൊരു ട്രാൻസ്ഫോർമേഷൻ കോച്ചാണ്. ഹോപ്പ് നബ്ന സർട്ടിഫൈഡ് ഹീലറാണ്. കൃത്യമായി സമയത്തെ മാനേജ് ചെയ്താൽ ലക്ഷ്യത്തിലേക്കുള്ള ദൂരം കുറവ് തന്നെയായിരിക്കും. ലക്ഷ്യങ്ങളിലേക്കുള്ള പ്രവൃത്തിയുടെ ശക്തിയും ക്വാളിറ്റിയും കൂടും. ഇന്ന് ഡേ 4ൽ സമയം നമ്മുടെ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി എങ്ങനെ മാനേജ് ചെയ്യാം എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നിങ്ങളുടെ ലക്ഷ്യത്തിലേക്കുള്ള 3 പ്രവർത്തനങ്ങൾ, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആക്ഷൻസ് നോട്ട് ചെയ്ത് വെക്കുക. ഓരോ കാര്യത്തിന് വേണ്ടി എത്ര സമയം നിങ്ങൾക്ക് മാറ്റിവെക്കാൻ പറ്റും അത് നമ്മൾ നോട്ട് ചെയ്ത് വെക്കുക. ഉദാഹരണം, ഇപ്പോൾ നമുക്ക് ബോഡി വെയിറ്റ് കുറയ്ക്കാനാണെങ്കിൽ എക്സസൈസ് ചെയ്യണം. എക്സസൈസ് എത്ര സമയം നമ്മൾ ചെയ്യും? ഒരു ദിവസം എത്ര ടൈം ചെയ്യും? അതുപോലെ തന്നെ ബിസിനസ്സിൻ്റെ ആവശ്യത്തിന് നമ്മൾക്ക് മാർക്കറ്റ് സ്റ്റഡി നടത്തേണ്ടി വരും, അല്ലെങ്കിൽ റിസർച്ച് നടത്തേണ്ടി വരും. നമ്മൾ ഒരു പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ പ്രൊഡക്റ്റിന് എത്രത്തോളം സ്റ്റഡി നമ്മൾ റിസർച്ച് ചെയ്യണം, അതിനുവേണ്ടി നമ്മൾ ഒരു ദിവസം സമയം മാറ്റി വെക്കുക തന്നെ വേണ്ടേ? അപ്പം അതുപോലെ ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യാനാണ് താല്പര്യമെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റിനെ പറ്റി പഠിക്കണം. അപ്പോൾ ഇത് നമ്മൾ ചെയ്യാനായിട്ട് നമുക്ക് എത്ര സമയം ഒരു ദിവസം മാറ്റി വെക്കാൻ പറ്റും? അങ്ങനെ മാറ്റി വെച്ചാൽ നമ്മുടെ ലക്ഷ്യം ശക്തമാവുകയല്ലേ. നമ്മുടെ ലക്ഷ്യത്തിലേക്ക് ഈസിയായി ക്വാളിറ്റിയോടുകൂടി നമുക്ക് നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്താൻ പറ്റും. നമ്മൾ ഇങ്ങനെ ചെയ്യുന്ന കാര്യങ്ങൾ, നമ്മൾ ഇങ്ങനെയൊക്കെ മനസ്സിൽ വിചാരിച്ച ലക്ഷ്യങ്ങളൊക്കെ എഴുതി നമ്മൾ ഒരു ദിവസം അതിനുവേണ്ടി നമ്മൾ ഇത്ര സമയം എന്ന രീതിയിൽ നമ്മൾ മാറ്റിവെക്കുകയും ചെയ്തു. പക്ഷെ പല കാര്യങ്ങളും നമ്മുടെ ലക്ഷ്യത്തിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ പ്രവർത്തനങ്ങളിൽ നിന്നും മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് ഡിസ്ട്രാക്ഷൻ നടക്കുന്നുണ്ട്. ഈ ഡിസ്ട്രാക്ഷൻസ് നമുക്ക് നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള ഒരു മാർഗ തടസ്സങ്ങൾ തന്നെയാണ്. അതെന്തൊക്കെയാണ് നമ്മുടെ ഡിസ്ട്രാക്ഷൻ? പ്രധാനമായിട്ടും ഫോണിൽ വരുന്ന നോട്ടിഫിക്കേഷൻസ്. പിന്നെ നമ്മൾ നോട്ടിഫിക്കേഷൻസ് നോക്കി നമ്മൾ അതിൻ്റെ വഴിയെ പോകും. അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മളുടെ മാർഗ തടസ്സങ്ങൾ തന്നെയാണ്. നമുക്കപ്പോൾ ഇന്ന് മുതൽ ചെയ്യാം നമ്മുടെ ലക്ഷ്യത്തിന് വേണ്ടിയുള്ള 3 കാര്യങ്ങൾ. രണ്ടാമത്തെ കാര്യം, എത്ര സമയം അതിനു വേണ്ടി മാറ്റിവെക്കും. മൂന്നാമത്തെ കാര്യം, ഡിസ്ട്രാക്ട് ചെയ്യുന്നത്, നമ്മളുടെ സമയം കളയുന്ന കാര്യങ്ങൾ, അത് നമുക്ക് മാറ്റിവെക്കാം. അടുത്തത്, 1 മണിക്കൂറെങ്കിലും നമ്മൾ വർക്ക് ചെയ്യണം. 25 മിനിറ്റ് വർക്ക് ചെയ്തതിന് ശേഷം ഒരു 5 മിനിറ്റ് ബ്രേക്ക് എടുക്കാം, എന്നിട്ട് ബാക്കി വർക്ക് ചെയ്യാം. സോഷ്യൽ മീഡിയയ്ക്ക് വേണ്ടിയിട്ട് ഒരു സമയം മാറ്റി വയ്ക്കാം. നമുക്ക് ഈ സമയങ്ങൾ നമ്മൾ എങ്ങനെ ബ്ലോക്ക് ചെയ്യുക? ഒന്നില്ലെങ്കിൽ നമുക്ക് നോട്ട് ചെയ്ത് വെക്കാം, അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ അലാം സെറ്റ് ചെയ്ത് വെക്കാം, അല്ലെങ്കിൽ ഗൂഗിൾ കലണ്ടറിൽ നമ്മൾ മാർക്ക് ചെയ്തിടാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. മാറ്റങ്ങൾ ആഗ്രഹിക്കുന്നവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ മാറ്റങ്ങൾ നിങ്ങളുടെ തീരുമാനങ്ങളിൽ നിന്നാവട്ടെ, നിങ്ങളുടെ വിശ്വാസങ്ങളിൽ നിന്നാവട്ടെ. നമസ്കാരം.